ഫ്രണ്ട്സ് 2 ദിവസമായിട്ട് നല്ല പനിയാണ്. അപ്പോൾ നല്ല കഫക്കെട്ടുണ്ട്. കഫക്കെട്ട് എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കഫം കെട്ടിക്കെട്ടിട്ട് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ 2 പേര് പറഞ്ഞു തന്നൊരു ഒറ്റമൂലിയുണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒറ്റമൂലിയാണ്. ഞാൻ അതൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്, നിങ്ങളെ കാണിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാനത് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണേ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കണേ. അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഫങ്ങളൊക്കെ പെട്ടെന്ന് ഇളകി പോകുന്നതാണ് പറയണത്. അതുപോലെ ഇമ്മ്യൂണിറ്റിയൊക്കെ കൂടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനത് വിശദമായിട്ട് അതെങ്ങനെ ഉണ്ടാക്കണേ എന്ന് കാണിച്ചു തരാം. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, നമുക്ക് പുറത്തൊന്നും മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ കണ്ടിട്ട് വരാം. നമുക്ക് ഒറ്റമൂലി അങ്ങനെ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടത് ഒരു ചെറുനാരങ്ങ, ഒരു മീഡിയം സൈസ് ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനമാണ് വേണ്ടത്. വെളുത്തുള്ളി നമുക്കൊരു 10-12 അല്ലി മതിയാവും. ഞാനിപ്പോൾ അധികം എടുക്കുന്നില്ല, ഒരു ഗ്ലാസ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള വെളുത്തുള്ളി മതിയാവും. വെളുത്തുള്ളിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ്. വയറിനും നല്ലതാണ് വെളുത്തുള്ളി. ശരീരത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ്. അതാണ് വെളുത്തുള്ളി നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ വെളുത്തുള്ളി നമ്മൾ ഇങ്ങനെ അല്ലികളാക്കി ക്ലീൻ ചെയ്തെടുക്കുക, ഓരോരോ അല്ലിയായിട്ട്. എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കാം. ഇഞ്ചി ഇങ്ങനെ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള കാര്യമാണ്, ഹൃദയത്തിന് നല്ലതാണ്. നമുക്ക് ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. നമുക്കൊരു വയറുവേദന വന്നാൽ പോലും ഒരു ഇഞ്ചി നീര് കുടിച്ചാൽ അപ്പോൾ വയറുവേദന മാറുന്ന പണ്ടത്തെ ആളുകളൊക്കെ പറഞ്ഞേക്കണം. അങ്ങനെയല്ല, നമുക്ക് അനുഭവമുള്ളതാണ്. അത് നമുക്ക് അനുഭവത്തിൽ നിന്ന് നമ്മൾ പല പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഇഞ്ചി നമുക്ക് ഇത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് ഇഞ്ചി ആദ്യം അരിഞ്ഞെടുക്കാം നമുക്ക് കേട്ടോ. അധികം വലിപ്പത്തിൽ അരിയണമെന്നില്ല, ചെറുതായിട്ട് അരിഞ്ഞാലും മതി. ഇഞ്ചി അരിഞ്ഞ് നമുക്ക് ആദ്യം മാറ്റി വയ്ക്കാം. കുറച്ച് ചെറിയ ഇഞ്ചി എടുത്താണ്, അതുകൊണ്ട് അധികം ഇഞ്ചിയില്ല. എനിക്കൊരു ഗ്ലാസ്സിന് വേണ്ടിയാണ് തയ്യാറാക്കണത്. അപ്പം ഇഞ്ചി അരിഞ്ഞ് കഴിഞ്ഞു. അടുത്തത് നമുക്ക് വെളുത്തുള്ളി അരിയാം. വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ അരിയാം. വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കാനുള്ളതാണ് സാധനം. നമ്മുടെ ആവശ്യത്തിന് ഇടാം കേട്ടോ. ഇത് കുറഞ്ഞു പോയത് കൂടിപ്പോയതൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ശരീരത്തിന് വേണ്ട സാധനങ്ങളാണ്. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് വേണ്ടി ഈ ഒറ്റമൂലിക്ക് വേണ്ടി നിങ്ങൾ കടകളിലൊക്കെ കയറി കിടക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും അടുക്കളയിലുള്ള സാധനമാണ് ഇഞ്ചിയും വെളുത്തുള്ളി എന്നൊക്കെ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. വയറിനും ഹൃദയത്തിനും എല്ലാത്തിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ. ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷമൊക്കെ ഇത് ധാരാളം ഇങ്ങനത്തെ പാനീയം കുടിക്കാൻ ഡോക്ടർമാർ റെഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വെളുത്തുള്ളി അരിഞ്ഞ് കഴിഞ്ഞു. ഇനി നാരങ്ങ എടുത്തിട്ട് നമ്മളിങ്ങനെ വട്ടം പൊളിച്ച്, ഇത്തിരി പഴുത്ത നാരങ്ങ, ഇത്തിരിയുടെ പച്ച നാരങ്ങ ഇത്തിരിയുടെ രസമായിട്ട് അരിയാൻ പറ്റും. ഇതിപ്പോൾ അരിയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നാലും നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. നാരങ്ങയിലും ഈ പറഞ്ഞോട്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. നല്ല ശരീരത്തിന് നമുക്ക് വേണ്ടപ്പെട്ടൊരു സാധനമാണ് നാരങ്ങ നീര് രാവിലെ വെളുപ്പാങ്കാലത്ത് വെറും വയറ്റിൽ കുടിച്ചാൽ തന്നെ നമ്മുടെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് ഡോക്ടർമാർ വരെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ 3 ഐറ്റം അരിഞ്ഞ് റെഡിയാക്കി നമുക്ക് ഈ സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു ചെറിയ പാത്രം വയ്ക്കുക, നിങ്ങളുടെ ഇഷ്ടമുള്ള പാത്രം. അതിലേക്ക് പാത്രം വച്ചതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിക്കേണ്ടതുണ്ട്. അതുപോലെ 2 ഗ്ലാസ് വെള്ളം എടുത്ത് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ ഇഞ്ചിയും ഇതൊക്കെ കൂടുതലുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ഗ്ലാസ് എടുക്കുന്നുള്ളൂ. നമ്മൾ ആവശ്യത്തിന് ഇഞ്ചിയും ഇതൊക്കെ കൂട്ടിയാൽ ഇനിയും വെള്ളം കൂടുതൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ സാധനങ്ങൾ ഇടാം. ആദ്യം നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇടാം. അങ്ങനെ വെളുത്തുള്ളിയും നമ്മളതിലേക്ക് ഇട്ടു. അതിന് ശേഷം നമുക്ക് ചെറുനാരങ്ങ ഇടാം. ചെറുനാരങ്ങ കൂടെ ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ അതിനെ വേവിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം.
ഒരുപാട് തീ കൂട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊന്ന് ലൈറ്റ് ഫ്ലെയിമിലേക്കൊന്ന് കുറച്ചിട്ടാൽ മതി. അങ്ങനെ അത് വെട്ടി തിളക്കട്ടെ. ശരിക്കും അതിൻ്റെ സത്ത് മൊത്തം ആ വെള്ളത്തിൽ ഇറങ്ങണം. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി നല്ല ക്വാണ്ടിറ്റിയിൽ ഇടുവാണെങ്കിൽ നല്ല പാല് പോലെ ഇങ്ങനെ കുറുകി വരും ഈ വെള്ളം. ഇത് നമ്മൾ കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ അത് ഇങ്ങനെ ശരിക്കും ഇതായി വരണം. അങ്ങനെ കുറുകി വന്നു. ഞങ്ങളത് തണുപ്പിച്ചാറ്റി ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണതാണ് കാണുന്നത്. അങ്ങനെ അരിച്ചെടുത്തു. അങ്ങനെ ഞാനത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവാണ്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം നമുക്ക്. ഇതാണ് സാധനം. നമ്മൾ ഐറ്റംസ് ആയിട്ട് നാരങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഞാൻ ഒരു ഗ്ലാസ് ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ കുറച്ച് ചേർത്തുള്ളൂ. കുറച്ചധികം കൂടെ ചേർക്കേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു. ആക്ച്വലി ഇത്തിരി കൂടെ എഫക്റ്റ് ഇട്ടിറങ്ങി. എന്നാലും അത്യാവശ്യം ഒരു ഗ്ലാസ്സിനുള്ള എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു നല്ല പാല് പോലെ കുറുകി വരും. നല്ല കളറ് കിട്ടും. പക്ഷെ ഇത് കുടിക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത്തിരി ഹണിയൊക്കെ ചേർത്ത് വേണമെങ്കിൽ കുടിക്കാം. ഇളം ചൂടോടുകൂടി കുടിക്കണം എന്നാണ് പറയണേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇളം ചൂടോടുകൂടി കുടിക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അധികം ചിലവില്ല. ഈ മരുന്നൊക്കെ മേടിച്ച് കഴിക്കുന്നേക്കാളും ഭേദമാണ്. ഞാനിത് കുടിച്ച് എൻ്റെ കവൊന്ന് ഇളക്കി കളയട്ടെ. അപ്പോൾ കുടിക്കാൻ പോവാണ്. നല്ല വയറിനൊക്കെ ഒരു ശോധന കിട്ടും, ഇമ്മ്യൂണിറ്റി പവറൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്താ അഭിപ്രായം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.